2-3 ദിവസങ്ങൾക്ക് മുൻപ് ഫിൻലാൻഡിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. കഴിഞ്ഞ ജൂൺ 10-ന് റഷ്യയുടെ 2 ബോംബേഴ്സ് ഞങ്ങളതിനെ ഇന്റർസെപ്റ്റർ ചെയ്യുന്നതിന് മുൻപ് 140 സെക്കൻഡ് ഞങ്ങളുടെ എയർ സ്പേസിനുള്ളിൽ റഷ്യയുടെ ഈ ബോംബേഴ്സ് പറന്നുകൊണ്ട് തിരികെ റഷ്യയുടെ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തെ നോക്കി പോയി എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൊടുത്തു. ഇതിപ്പോൾ നാറ്റോ നാടുകൾക്ക് വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാറ്റോയുടെ എയർ സ്പേസിനെ റഷ്യയുടെ വിമാനങ്ങൾ വയലേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ്. കാരണം പോളണ്ടിന്റെ എയർ സ്പേസിനുള്ളിൽ റഷ്യയുടെ മിസൈൽ പോയ കഥ, അതുപോലെ ഫിൻലാൻഡ് ബോർഡറോട് ചേർന്ന് റഷ്യയുടെ വിമാനങ്ങൾ പറക്കുക എന്നുള്ളതൊക്കെ അടുത്തിടെ ഒരുപാട് നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ റഷ്യയുടെ സ്ട്രാറ്റജിക് ബോംബേഴ്സ് Tu-95 ബോംബേഴ്സ് ഈ എയർ സ്പേസിനെ ക്രോസ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത്. ഈ ഒരു സംഭവം എങ്ങനെ നടന്നു? ഇതിന് നാറ്റോയുടെ പ്രതികരണം എങ്ങനെയാണ്? ഇത് റഷ്യ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ അറിയാതെ ഈ വിമാനങ്ങൾ റഷ്യൻ എയർ സ്പേസിൽ നിന്ന് ഫിൻലാൻഡിന്റെ എയർ സ്പേസിലേക്ക് പോയോ എന്ന് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി കാണാം. ഈ ഫിൻലാൻഡിനെ സംബന്ധിച്ച് 600 വർഷത്തിലേറെ ഇവർ സ്വീഡനെല്ലാം ഒരു നാടായിരുന്നു. അത് കഴിഞ്ഞ് ഫിൻലാൻഡ് എന്ന നാട് മാത്രം റഷ്യൻ എംപയറിന്റെ കയ്യിലേക്ക് പോകുന്നു. റഷ്യൻ എംപയർ തകർന്നതിന് ശേഷം ഫിൻലാൻഡ് എന്ന നാടിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. എന്നാൽ അതിനുശേഷം USSR എന്ന സംഘടന രൂപമെടുത്താലും ഈ ഫിൻലാൻഡ് എന്ന നാട് ഒറ്റയ്ക്ക് ഒരു സ്വതന്ത്ര നാടായി തന്നെ നിലനിന്നു. ഈ കോൾഡ് വാർ നടക്കുന്ന സമയത്ത് ഫിൻലാൻഡിന്റെ പ്രവർത്തനം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി കണ്ടിരുന്നു. കാരണം 1400 കിലോമീറ്ററിലധികം അതിർത്തി ഈ ഫിൻലാൻഡും റഷ്യയും ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഫിൻലാൻഡിനും റഷ്യയ്ക്കും ഇടയിൽ ഒരു വിന്റർ വാർ എന്ന യുദ്ധം നടന്നിരുന്നു. ഈ വിന്റർ യുദ്ധം കാരണം ഫിൻലാൻഡിന്റെ കുറച്ച് ഭാഗങ്ങൾ റഷ്യയ്ക്ക് കൂടുതലായി ലഭിക്കുന്നു. അതേസമയം ഫിൻലാൻഡിന് ഈ ഒരു യുദ്ധം വഴി വലിയ രീതിയിലുള്ള നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും, അതായത് ഒരുപാട് ഭൂപ്രദേശമൊന്നും റഷ്യയുടെ പക്കൽ അവർ നഷ്ടപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഫിൻലാൻഡിന് അത് മറക്കാനാകാത്ത പല മുറിവുകൾ സമ്മാനിച്ചു. പല ലക്ഷം ജനങ്ങൾ ആ ഒരു യുദ്ധം കാരണം കഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് ജനങ്ങളെയും സൈനികരെയും ഫിൻലാൻഡ് ഈ ഒരു യുദ്ധത്തിലൂടെ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ ഫിൻലാൻഡിന് ഒരു കാര്യം മനസ്സിലായി: നമ്മൾ അമേരിക്കയുടെ സൈഡ് പോവുകയാണെങ്കിൽ തീർച്ചയായും സോവിയറ്റ് റഷ്യയുടെ അറ്റാക്ക് നമ്മുടെ ഭാഗത്തുണ്ടാകും. അത്രത്തോളം ഒന്നും അവരോട് പക കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സോവിയറ്റ് റഷ്യക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും ഫിൻലാൻഡ് എടുത്തില്ല. പക്ഷെ അതേസമയം സോവിയറ്റ് റഷ്യക്കെതിരെ ഇവർ പ്രവർത്തിച്ചിട്ടില്ല എന്നും പറയാൻ സാധിക്കില്ല. ഫിൻലാൻഡ് വഴി എന്തൊക്കെ പ്രശ്നങ്ങൾ സോവിയറ്റ് റഷ്യക്ക് നൽകാൻ സാധിക്കുമോ അതൊക്കെ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഫിൻലാൻഡ് നൽകിക്കൊണ്ടിരുന്നു. ഇത്രത്തോളം റഷ്യ ഫിൻലാൻഡിനെ എന്തുകൊണ്ട് ലക്ഷ്യം വെച്ചു എന്ന് ചോദിച്ചാൽ, ഫിൻലാൻഡ് സോവിയറ്റ് റഷ്യ ആ ഒരു ബോർഡർ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു സ്ഥലങ്ങളിൽ 95% കൂടുതൽ സ്ഥലങ്ങൾ മലങ്ങളും പർവ്വതങ്ങളും നിറഞ്ഞ സ്ഥലമായിരുന്നു. ഇപ്പോൾ ഒരു ബോർഡർ എടുക്കുക, ഹിമാലയൻ ബോർഡർ തന്നെ ആകാം, ചൈനയുടെ അടുത്തുള്ള ബോർഡർ. അവർ നമ്മളെ അറ്റാക്ക് ചെയ്യണം, ചൈന നമ്മളെ അറ്റാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ മലപ്രദേശമെല്ലാം കടന്ന് മാത്രമേ നമ്മളിൽ ഒരു അറ്റാക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ അധികം മലപ്രദേശങ്ങൾ ഉണ്ടാകുമ്പോൾ ജിയോഗ്രഫിക്കലായി അത് ഡിഫെൻഡ് ചെയ്യുന്ന കൺട്രിക്ക് വളരെ അഡ്വാൻറ്റേജായി മാറും. ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരാം: റഷ്യ പോളണ്ട് ഈ ഒരു പ്രശ്നം എടുക്കുമ്പോൾ അവിടെ റഷ്യയല്ലേ അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാൻ പോയത്? അവരല്ലേ നേരിട്ട് ഫിൻലാൻഡിനെ അറ്റാക്ക് ചെയ്തത്? അപ്പോൾ ഫിൻലാൻഡിനല്ലേ ഈ മലപ്രദേശങ്ങൾ ഒരു പ്രയോജനമായി മാറുക എന്ന് നിങ്ങൾക്കൊരു ചോദ്യം വരാം. ഈ ചോദ്യം ശരിയാണ്. എന്നാൽ അതേസമയം ഫിൻലാൻഡ് സോവിയറ്റ് റഷ്യ ഈ ഒരു പ്രശ്നത്തിനപ്പുറം ഭാവിയിൽ നാറ്റോ വേഴ്സസ് റഷ്യ, നാറ്റോ വേഴ്സസ് USSR എന്ന ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഈ മലപ്രദേശങ്ങൾ, പർവ്വതങ്ങൾ ഇതെല്ലാം സോവിയറ്റ് റഷ്യക്ക് വലിയൊരു ഇരുമ്പ് ചുമര് പോലെ പ്രവർത്തിക്കും. അങ്ങനെയുള്ളൊരു സ്ഥലം സോവിയറ്റ് റഷ്യയുടെ പക്കലുണ്ടെങ്കിൽ അതവർക്ക് കൂടുതൽ ഗുണകരമായി മാറും. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു യുദ്ധം റഷ്യ ഫിൻലാൻഡിന് നേരെ നടത്തിയത്. അങ്ങനെ ആ ഒരു ഭൂപ്രദേശമെല്ലാം കൈക്കലാക്കുകയും ചെയ്തു. ഇപ്പോഴും അതിലെ ചില സ്ഥലങ്ങൾ റഷ്യയുടെ കൺട്രോളിലാണ്. സോവിയറ്റ് റഷ്യ തകർന്നതിന് ശേഷം ഫിൻലാൻഡ് ഒരു തീരുമാനത്തിൽ വരുന്നു: നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഏതെങ്കിലും ശക്തമായ ഒരു സംഘടനയിൽ അംഗമാക്കണമെന്ന്. എന്നാൽ അതിനുശേഷം ഫിൻലാൻഡിലുണ്ടായ രാഷ്ട്രീയ മാറ്റം കാരണം, ആ നാടിനുള്ളിൽ തന്നെ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം അവരുടെ ഈ ഒരു പദ്ധതിയെല്ലാം അങ്ങനെ തള്ളിപ്പോയിക്കൊണ്ടിരുന്നു. സോവിയറ്റ് റഷ്യ സമയത്ത് ആവശ്യമില്ലാതെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് നമുക്കുണ്ടായ വിന്റർ വാർ പോലെ മറ്റൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്ന്, റഷ്യയുടെ പകയ്ക്ക് ബലിയാകണ്ട എന്ന് ചിന്തിച്ച് ഫിൻലാൻഡും അല്പമൊന്ന് ശാന്തരാകുന്നു. ഒരുപാട് സമയങ്ങളിൽ റഷ്യക്ക് അനുകൂലമായ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യ ഉക്രൈൻ യുദ്ധം വരുന്നത്. ഫിൻലാൻഡിന് ഇപ്പോൾ മനസ്സിലായി ഉക്രൈനെ റഷ്യ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ അടുത്ത അവരുടെ ടാർഗറ്റ്, ലക്ഷ്യം എന്നത് നമ്മൾ തന്നെയായിരിക്കും. കാരണം ഉക്രൈന് ശേഷം ഒരു വലിയ ബോർഡർ ഷെയർ ചെയ്യുന്നത് അതേ ഫിൻലാൻഡാണ്. അതുമാത്രമല്ല, ഫിൻലാൻഡിന്റെ ആ ഒരു ഭാഗങ്ങൾ റഷ്യക്ക് എത്രത്തോളം പ്രധാനമെന്നത് ആ ഒരു വിന്റർ വാറിൽ തന്നെ അവർക്ക് മനസ്സിലായി.
ഇതിനെ ഒരു കാരണമായി കാണിച്ച് നാറ്റോയിൽ ചേരണമെന്ന് ചിന്തിക്കുകയും അങ്ങനെ നാറ്റോയിൽ ചേരുകയും ചെയ്തു. ഇപ്പോൾ ഫിൻലാൻഡ് എന്നത് ഒരു നാറ്റോ നാടായി മാറി. ഇങ്ങനെ നാറ്റോ നാടിൽ ഒരാളായി മാറിയതിനു ശേഷം റഷ്യയ്ക്ക് എതിരെ അമേരിക്ക ഫിൻലാൻഡിനെ ഒരു കോട്ടയാക്കി മാറ്റാൻ തീരുമാനിക്കുന്നു. ഇപ്പൊ ഇവിടെ മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. റഷ്യയ്ക്ക് ഉക്രൈനെക്കാട്ടിലും ഫിൻലാൻഡാണ് വളരെ പ്രധാനം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഉക്രൈനെ അറ്റാക്ക് ചെയ്തതുപോലെ ഫിൻലാൻഡിനെ അല്ലേ ആദ്യം അറ്റാക്ക് ചെയ്യേണ്ടത്? എന്തുകൊണ്ട് ആദ്യത്തെ അറ്റാക്ക് ഉക്രൈനിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ ഫിൻലാൻഡിനെ കണ്ട് റഷ്യ ഭയന്നോ? ഇങ്ങനെയൊക്കെ ഒരു പക്ഷെ ചോദിക്കാം. ഇവിടെ മറ്റൊരു കാര്യം വ്യക്തമായി പറയാം. ഉക്രൈന്റെ ഭാഗങ്ങളിൽ ഡോൺബോസ് റീജിയനോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങൾ മലപ്രദേശങ്ങളാണ്. ആ ഒരു സ്ഥലത്തെ കൈപ്പറ്റുകയാണെങ്കിൽ റഷ്യയുടെ ഡിഫൻസീവ് ലൈൻസിന് ആരെ കൊണ്ടും നശിപ്പിക്കാനേ സാധിക്കില്ല. അതുപോലെ കാർഖീവ് റീജിയണിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇങ്ങനെ മലകളും കുന്നുകളും ഉള്ളത്. മറ്റെല്ലാം നിരപ്പായ പ്രദേശങ്ങളാണ്. ആ ഒരു സ്ഥലത്ത് നാറ്റോയുടെ സൈനികർ അകത്തേക്ക് വരികയാണെങ്കിൽ അവരെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതും റഷ്യയ്ക്ക് നിസ്സാരമായ കാര്യമായിരിക്കില്ല. ഹിറ്റ്ലറുടെ കാലത്ത് തന്നെ ഹിറ്റ്ലറുടെ സൈന്യത്തിന് പോകാനുള്ള വളരെ പ്രധാനപ്പെട്ട വഴിയായി മാറിയത് ഇന്നത്തെ ഉക്രൈൻ ഭാഗമായിരുന്നു. മാത്രമല്ല ഫിൻലാൻഡ് വഴി അവരുടെ ചില സൈനികർ വന്നാൽ പോലും ആ സ്ഥലത്ത് റഷ്യ വളരെ ഈസിയായി ഡിഫെൻഡ് ചെയ്തു. പക്ഷേ ഉക്രൈൻ ഭാഗങ്ങളിൽ ഹിറ്റ്ലറുടെ സൈന്യത്തെ അത്ര പെട്ടെന്ന് റഷ്യയെ കൊണ്ട് തിരിച്ചയക്കാൻ സാധിച്ചില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ആദ്യത്തെ പ്രശ്നം ഉക്രൈനിലുണ്ടായത്. ഇതെല്ലാം കഴിഞ്ഞ ചരിത്രമാണ്. കഴിഞ്ഞ കാലത്തിലുള്ള ഈ ചരിത്രത്തിലൂടെ ഫിൻലാൻഡും ഉക്രൈനും റഷ്യയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഇപ്പോഴത്തെ പ്രശ്നത്തിലേക്ക് വരാം. ഇപ്പോൾ റഷ്യ അറിഞ്ഞുകൊണ്ടാണോ അവരുടെ ബോംബേഴ്സിനെ ഫിൻലാൻഡിന്റെ എയർ സ്പേസിലേക്ക് അയച്ചത് എന്ന് ചോദിച്ചാൽ കറക്റ്റായി പറഞ്ഞാൽ 4 വിമാനങ്ങൾ ഈ ഫിൻലാൻഡിന്റെ റേഡാറിൽ അകപ്പെട്ടു. ഈ 4 വിമാനങ്ങളിൽ 2 വിമാനങ്ങൾ അവർ കൺഫേം ചെയ്തു. Tu-95 ബോംബേഴ്സാണ് അകത്തേക്ക് വന്നത് എന്ന്. ഇപ്പോൾ എസ്കോർട്ട് ചെയ്ത വിമാനം ഏതെന്ന് മനസ്സിലായില്ല. ഞങ്ങളുടെ റേഡാർ സിഗ്നേച്ചേഴ്സ് ഉപയോഗിച്ച് നോക്കുമ്പോൾ അത് Su-30 ആയിരിക്കണം, അല്ലെങ്കിൽ Su-27ന്റെ മറ്റൊരു വേരിയന്റായ Su-33 ആയിരിക്കണം. ഈ 2 വിമാനങ്ങളും ബാൾട്ടിക് കടൽ പ്രദേശത്തേക്ക് പോയി. അവിടെ ഏകദേശം 13 മിനിറ്റോളം പറക്കുകയും അവിടുന്ന് നേരെ ഫിൻലാൻഡിന്റെ എയർ സ്പേസിലേക്ക് വരികയും ചെയ്തു. അതായത് ഇന്റർനാഷണൽ എയർ സ്പേസ് കഴിഞ്ഞ് ഫിൻലാൻഡിന്റെ എയർ സ്പേസിലേക്ക് കടന്നു. ഇതുകൂടാതെ ലൂയിസ് എന്ന ഒരു സ്ഥലം, റഷ്യയുടെ ബോർഡറിൽ നിന്നും 50 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ സ്ഥലത്തിന് മുകളിൽ 3 മിനിറ്റിൽ കൂടുതൽ ആ ഒരു വിമാനം പറന്നു. എന്നിട്ട് വീണ്ടും അത് റഷ്യയുടെ ടെറിട്ടറിക്കുള്ളിലേക്ക് പോയി. അതായത് റഷ്യയുടെ ആക്ച്വൽ എയർ സ്പേസിനുള്ളിലേക്ക് പോയിട്ട് റഷ്യൻ എയർ സ്പേസിൽ നിന്ന് വീണ്ടും ഒരു യു ടേൺ എടുത്ത് ഫിൻലാൻഡിന്റെ എയർ സ്പേസിനുള്ളിലേക്ക് വന്ന് ആ വിമാനങ്ങൾ പറന്നു. ഏകദേശം 1.5 മൈൽ കൂടുതൽ ദൂരത്തിൽ ഫിൻലാൻഡിന്റെ എയർ സ്പേസിൽ വീണ്ടും പറന്നു. നന്നായി ശ്രദ്ധിക്കുക, നേരെ ബാൾട്ടിക് കടലിന് മുകളിൽ ഒരു റൗണ്ട്, അവിടെ നിന്ന് ഫിൻലാൻഡിന്റെ ഭാഗങ്ങളിലേക്ക് ഒരു സർക്കിൾ, വീണ്ടും റഷ്യയുടെ ടെറിട്ടറിക്കുള്ളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് യു ടേൺ എടുത്ത് വീണ്ടും ഫിൻലാൻഡിന്റെ എയർ സ്പേസിനുള്ളിലേക്ക് കടന്നു. ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഇത് അറിഞ്ഞുകൊണ്ട് റഷ്യ ചെയ്തതാണ്. അറിയാതെ എയർ സ്പേസ് മാറി പറക്കുന്നതോ അല്ലെങ്കിൽ അറിയാതെ എയർ സ്പേസ് വയലേറ്റ് ചെയ്തതോ അങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ല. വ്യക്തമായ ഒരു കാര്യം പദ്ധതിയിട്ട് അവരുടെ സ്ട്രാറ്റജിക് ബോംബേഴ്സിനെ ഫിൻലാൻഡിന്റെ എയർ സ്പേസിനുള്ളിലേക്ക് വിട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നാറ്റോയ്ക്ക് മുഴുവനും അത് വലിയൊരു ഭീഷണിയായി മാറിയത്. ഫിൻലാൻഡിലെ ജനങ്ങൾക്കും വലിയൊരു ഭയത്തിന് കാരണമായി എന്ന് പറയാം. അതിനൊരു കാരണവുമുണ്ട്. സാധാരണ ഒരു ഫൈറ്റർ ജെറ്റ് എന്നത് എയർ സ്പേസിനെ ക്രോസ് ചെയ്യുന്നു, എയർ സ്പേസിനെ വയലേറ്റ് ചെയ്യുന്നു, ഇതൊന്നും വലിയ പ്രശ്നമായി കാണില്ല. അതിന് കാരണം ഒരു ഫൈറ്റർ ജെറ്റ് അകത്തേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അതിനുള്ളിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിരിക്കാം അങ്ങനെ വരുന്നത്. എന്നാൽ ഒരു ബോംബർ, അതും ഒരു സ്ട്രാറ്റജിക് ബോംബർ അകത്തേക്ക് വരുന്നു എന്നുള്ളത് സാധാരണ കാര്യമല്ല. അതും റഷ്യയുടെ ഒരു ബോംബർ നാറ്റോയുടെ എയർ സ്പേസിനുള്ളിലേക്ക് വരിക എന്നുള്ളതും സാധാരണ കാര്യമേ അല്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കാര്യമായി തോന്നാം, പക്ഷെ ഇതിന് പുറകിൽ അത്രയേറെ പദ്ധതികൾ റഷ്യ ചെയ്തിട്ടുണ്ട്. ഇതിന് എതിരായ ജോലികൾ നാറ്റോയും ചെയ്യുന്നുണ്ട്. 2-3 ദിവസത്തിൽ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡോക്യുമെന്റ് റിലീസായി, അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ. 3 ലക്ഷം സോൾജേഴ്സിനെ ജർമ്മനിയുടെ സഹായത്തോടു കൂടി പോർട്ട് ആക്സസ് ചെയ്ത് റഷ്യൻ ബോർഡറിൽ നിർത്താനുള്ള ആ ഒരു പദ്ധതി. ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാമെന്നുള്ളപ്പോൾ റഷ്യയ്ക്ക്, റഷ്യയുടെ സൗഹൃദ നാടുകൾക്ക്, റഷ്യയുടെ ശത്രു നാടുകൾക്കും ഇത് അറിയില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. എല്ലാം അവർക്കറിയാം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് റഷ്യ അറിഞ്ഞുകൊണ്ട് നാറ്റോയെ ടെസ്റ്റ് ചെയ്യാനായി അവരുടെ എയർ സ്പേസിനുള്ളിലേക്ക് ഈ ബോംബേഴ്സിനെ കടത്തിവിട്ടത്. കാരണം ഫിൻലാൻഡിന്റെ എയർ സ്പേസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ എയർഫോഴ്സിനെ സംബന്ധിച്ച് അവർ അല്പം വീക്കായ ഫോഴ്സ് എന്ന് പറയാം. റഷ്യയുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാറ്റോ നാടുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ അവരുമായി ഒരു 40-50% മത്സരിക്കാനുള്ള വിമാനങ്ങൾ പോലും ഇവരുടെ പക്കലില്ല, ഫിൻലാൻഡിന്റെ പക്കലില്ല. ഫിൻലാൻഡിന്റെ എയർഫോഴ്സിൽ അത്രയും വിമാനങ്ങൾ കുറവാണ്. ഇനിയാണ് F-35 വിമാനങ്ങൾ അവർക്ക് നൽകാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് അവർക്കൊരു ഭയം ഉണ്ടാക്കണം, ഫിൻലാൻഡിന്റെ എയർ സ്പേസിനെ മോണിറ്റർ ചെയ്യണം. ഇതിനു വേണ്ടിയിട്ടാണ് റഷ്യയുടെ വിമാനങ്ങൾ ചെറിയൊരു ഡ്രില്ല് പോലെ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.
ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഫിൻലാൻഡിനും റഷ്യയ്ക്കും ഇടയിൽ ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ട്, അടുത്ത പ്രശ്നം ഫിൻലാൻഡിനെ ഉപയോഗിച്ച് റഷ്യ തുടങ്ങും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഫിൻലാൻഡിന്റെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ റഷ്യ നേരത്തെ വിന്റർ വാറിൽ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഫിൻലാൻഡിലെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ സോവിയറ്റ് റഷ്യ കാലത്ത് തന്നെ വിന്റർ വാർ വഴി റഷ്യ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫിൻലാൻഡിനെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണോ റഷ്യ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.